ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പൊ ഈ വർഷം പെരുന്നാൾ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പെരുന്നാളൊക്കെ ആകെ മൂഞ്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭാവിയും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്രാവശ്യം പെരുന്നാളൊന്നും ഒരു രസമില്ലായിരുന്നു കേട്ടോ. വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയൊരവസ്ഥയിലല്ലായിരുന്നു. ഭാവി ഇന്നലെ ലാൻഡ് ചെയ്തു. 2 മാസത്തിന് ശേഷം ഭാവി വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളെ മോൾക്ക് സ്കൂള് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇന്ന് ജൂൺ 10 10-നാണ് അവൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവളിന്ന് സ്കൂൾക്ക് പറഞ്ഞേക്കാനുള്ള ഒരു എന്തിലാണ് ഞങ്ങള് ഭാവി തത്രപ്പാണ്ടിലാണ് ഇന്ന് ഫസ്റ്റ് തന്നെ. നല്ല സമയത്ത് തന്നെ നല്ല ടൈമിങ്. ഇന്ന് ഫസ്റ്റ് സ്കൂളായോണ്ട് തന്നെ ഫസ്റ്റത്തെ ദിവസം ആയോണ്ട് തന്നെ എന്തൊക്കെ എങ്ങനെയൊക്കെ ആക്കാന്നുള്ളൊക്കെയുള്ള ഒരു ബേജാറിലായിരുന്നു ഞങ്ങള്. പക്ഷെ എല്ലതും റെഡിയായി. ഇപ്പൊ ടൈം 7:15 അല്ലായത് 7:15 കേട്ടോ. 6 മണിക്ക് ഞങ്ങൾ കിച്ചണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയി, പിന്നെ ബീഫ് കറിയായി. ബീഫ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അതിന്റെ വിസിൽ ഇങ്ങനെ വരുന്നത്. അപ്പൊ ബീഫ് ഇങ്ങനെ അതൊന്ന് വേവാന്നുള്ളൂ. ചോറ് എന്താ പറയാ, റൈസ് പോട്ടിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഒക്കെ ഈ ഒരു 7 ആയപ്പോത്തിന് ആയിട്ടോ. 7:15 ആയപ്പോത്തിന് എല്ലാ പണിയും കഴിഞ്ഞ് കിച്ചണ് ഭാബി ഒരു തളിക്കുന്ന ക്ലീനും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോ ഫസ്റ്റ് ഡേ ആയോണ്ട് ഞങ്ങള് സ്കൂൾക്ക് പോകണ്ട് കേട്ടോ. നമ്മള് എത്ര ദിവസം വേണോ? ഒരാഴ്ച. ഈ ഒരു അവിടെ വരെ ഞങ്ങൾ പോകണം. അപ്പൊ ഞങ്ങൾ 2 കൂടിയാണ് പെട്ടെന്ന് പോരും. അപ്പൊ ഞങ്ങളിന്ന് 2 കൂടിയാണ് അവളെ കൊണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഒന്ന് റെഡി ആയിട്ട് സ്കൂൾ വണ്ടിക്ക് ആക്കി കൊടുക്കാനാട്ടോ വിചാരിക്കണത്. അന്നിപ്പോ ഏതായാലും ഉച്ചവരെ ക്ലാസ് ഉള്ളു. ഈ ആഴ്ച ഫുള്ള് ഉച്ചവരെ ക്ലാസ് ഉള്ളു. പിന്നെ നെക്സ്റ്റ് വീക്ക് മുതലാവും കേട്ടോ വൈകുന്നേരം വരെ ക്ലാസ് തുടങ്ങാം. അപ്പൊ ഇന്നിപ്പോ കാര്യമായിട്ടൊന്നും കൊണ്ടുപോകണ്ട, സ്നാക്ക് മാത്രം കൊണ്ടുപോയാൽ മതി. ഇന്നിപ്പോ ഞങ്ങളെ കുട്ടീനെ സ്കൂൾക്ക് പറഞ്ഞേക്കുള്ളൊരു എക്സൈറ്റ്മെന്റിലാണ്. ടെൻഷനാണ്. ഒവിക്ക് ടെൻഷനെന്ന് വെച്ചാൽ അതുണ്ട്, പിന്നെ സങ്കടവും ഉണ്ട്. കുട്ടിയൊക്കെ വേഗം വലുതായിക്കാം. ഇനിയിപ്പോ ഓൾക്കൊരു റെസ്റ്റ് ഇല്ലല്ലോ, കളിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഇങ്ങനെ വലിയ വലിയ ക്ലാസ്സൊക്കെ ഇങ്ങനെ പോവല്ലേ. അപ്പൊ ഏകദേശം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം അപ്പൊ ഏകദേശം ഒന്ന് ഫ്രീ ആയതിന്റെ ശേഷമാണ് കേട്ടോ ഞാന് വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്തത്. ഇനി അവള് സ്കൂൾക്ക് പോണ ആള് ഇതുവരെ എണീച്ചിട്ടില്ല. ഇനി അവൾക്ക് സ്കൂൾക്ക് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും, ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങള് സ്കൂൾക്ക് വാങ്ങിയ സാധനങ്ങള്. അപ്പൊ ഓരോന്ന് എന്റെ ഭാവി കാണിച്ചു തരും. ആളൊരു യൂണിക്കോണിന്റെ ഫാനാണ്. പിങ്കും പർപ്പിളും അതിന്റെ യൂണിക്കോണിന്റെ കളറ്. അപ്പൊ ഒക്കെ ഒരു യൂണിക്കോണിനോട് ടച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതാ ആ 2 കളറിനോട് ടച്ച് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കണേ. കാണിച്ചെടുക്കി ഭാവിയ ബാഗ്. ഇതാണ് കേട്ടോ ആളെ ബാഗ്. പിന്നെ എത്ര വൃത്തിയൊക്കെ ഇതാണ് കേട്ടോ ആളെ ബാഗ്. കിളിങ്ങും കൊറേ ഗിൽറ്റൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളില്. 2 അറ. മോണ്ടിസോറി അതിനെ കൊണ്ട് ഹലക്കണ്ടില്ല, ബുക്കൊന്നുമില്ല. അപ്പൊ ഹലക്ക് ഇതില് ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സ്, ബോട്ടില് അത് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പൊ അതിനനുസരിച്ച് അതിനൊതുങ്ങിയൊരു ബാഗാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കൂടുതലൊന്നും ഒക്കെ എന്താ ആവശ്യമില്ല, ബുക്സോ നോട്ടോ അങ്ങനൊന്നും ആവശ്യമില്ല. പിന്നെ അതാണ് മോണ്ടിസോറി ചേർത്തിയതുകൊണ്ട് ഞങ്ങൾ ആകെ കണ്ടു. ആ കുക്കർ വീഡിയോ എടുക്കണം നേരത്തെ. പിന്നെ ഇത് ഭാവി ആമസോണിൽ വാങ്ങിയല്ലേ.
അപ്പൊ ഇത് ഞാൻ കുറെ സ്ഥലത്ത് ബാഗ് തപ്പി, പക്ഷെ എനിക്ക് ബാഗ് കിട്ടിയില്ല. ബാഗ് കിട്ടിയില്ല എന്ന് പറഞ്ഞാല് ഹല ചെറുതാണ്, അപ്പൊ ഹലക്ക് വലിയൊരു ബാഗും വേണ്ട, പിന്നെ ബുക്ക് ഇല്ലാത്തതുകൊണ്ട് അത്ര വലിപ്പം വേണ്ട. അപ്പൊ സൈസ് കുറെ തപ്പി, സൈസ് വെക്കുമ്പോ കളർ വെക്കൂല, കളർ വെക്കുമ്പോ സൈസ് വെക്കൂല. പിന്നെ ഒക്കെ പിങ്കോ പർപ്പിളോ വേണം. അപ്പൊ അത് തപ്പി കുറെ 2-3 ഷോപ്പ് കയറി, കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ അവസാനം എന്ത് ചെയ്തു, ആമസോണിൽ നിന്ന് കിട്ടിയ മുതലാണ്. മുതലാണിത്. നല്ല ബാഗാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, സിബൊക്കെ നല്ല അടിപൊളി. റേറ്റ് വേണം, റേറ്റ് 1000 താഴെയുള്ളതിന്. പക്ഷെ കണ്ടാൽ അങ്ങനെ തോന്നില്ല, നല്ല ബാഗാണ്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, നല്ല ക്വാളിറ്റി ഉണ്ട്. ഫ്രണ്ടിലൊക്കെ സ്ട്രാപ്പ് ഉണ്ട്, ഞാൻ ഇടുമ്പോ കാണാം. ഇത് അതങ്ങനെ, ഇത് ക്വാളിറ്റി ഒക്കെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അറിയാം. ഞങ്ങള് ബാക്കി ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം പറയാം അല്ലെ. ആമസോണിന് ഇത് മാത്രം വാങ്ങിയിട്ടുള്ളൂ, ബാഗ് മാത്രം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഞങ്ങൾ ഷോപ്പിൽ നിന്നല്ലോ വാങ്ങി. ഷോപ്പ് നമ്മളെ എജുസിറ്റി ഹൈപ്പർ മാർക്കറ്റ് പരസ്യം പ്രൊമോഷൻ വേണ്ട കേട്ടോ ഷോപ്പിന്. ഇപ്പൊ നമ്മളെ യൂണിക്കോണിന്റെ ബോക്സ് ആണ് വാങ്ങിയത്. ഇത് ഒരു പൗച്ച് മേടിച്ചത്, ആവശ്യം വരുമോന്നും അറിയില്ല, പക്ഷെ വാങ്ങിക്കണം. ഓൾക്ക് ഇങ്ങനത്തെ എന്താ പറയാ, എപ്പോഴും എന്നോട് പറയൂ നമുക്ക് കോസി വേണം എന്നറിയോ. ഇതിനാണ് ഓള് പറയണത്. തൊടുമ്പോ നല്ല സ്മൂത്ത് വേണം. ഓൾക്ക് അങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, സ്മൂത്ത് ഉള്ളത്, സോഫ്റ്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ബോക്സ് ആക്കാതെ ഞാൻ പൗച്ച് മേടിച്ചത്. നല്ല രസമുണ്ട്, നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. നില നിന്നാൽ പൈസ മുതലാവും, ഇല്ലെങ്കിൽ എന്താവും അറിയില്ല. ഭംഗിയുണ്ട്. ഓപ്പൺ ചെയ്താണ്, ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലൊന്നുമില്ല. ഇത് നമുക്ക് ഫോക്കസ് ചെയ്യും. ഫോക്കസ് ചെയ്യോ കുട്ടി. ഇതിനുള്ളൊരു സ്പോഞ്ചാണ്, ഒന്നുമില്ല. സ്പേസ് ഉണ്ട് അത്യാവശ്യം, ഓക്കുള്ള സാധനങ്ങൾ ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷാൾ അങ്ങനെ സാധനങ്ങളൊന്നും കേടി എത്തുന്ന ആളല്ല കേട്ടോ, കൊണ്ടടക്കും. വേറെ ആരെ എടുത്താൽ തല്ലി കുറച്ച് വാങ്ങിക്കോളും. അതിന്റെ പിന്നെ വെള്ളം ഉണ്ട് ഗൈസ്, വെള്ളം. സ്കൂളിൽ പോകാൻ കൂടിയാണ് നമുക്ക്, നല്ല രസം. സത്യമല്ലേ, നമ്മള് പഠിക്കുമ്പോ ഉണ്ടായി തന്നെ ആരും വാങ്ങിത്തരും. നമ്മള് ന്യൂജൻ മമ്മീസ് ആയതുകൊണ്ട് നമ്മള് വാങ്ങും, നമ്മളമ്മാരി കേടെടുത്തു മനകാണ്ട് ഉള്ളിക്ക് കറുത്ത കളർ വാങ്ങിത്തരുള്ളൂ. ഇവിടെ ചളിയാക്കി വെച്ചിട്ട് ലഞ്ച് ബോക്സ്. ഇതൊക്കെ ഫോക്കസ് ചെയ്യണം കേട്ടോ, ഇന്ന മാത്രം ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ലഞ്ച് ലഞ്ച് ബോക്സ് മെർമെയ്ഡ് കേട്ടോ. മെർമെയ്ഡിന്റെ യൂണിക്കോണിന്റെ ആളാണ്. മെർമെയ്ഡ് ഭയങ്കര ഇഷ്ടം, മെർമെയ്ഡിനെ ഇഷ്ടമാണ്, യൂണിക്കോണിന് ഇഷ്ടമാണ്. പിങ്കും വയലറ്റും ഉള്ളെല്ലാം ഇഷ്ടമാണ്. അപ്പൊ ഇത് അത്യാവശ്യം വലിയത് ആവശ്യമുണ്ടോ ചോദിച്ചാല് കുറച്ച് സമാധാനത്തില് സ്പേഷ്യസ് ആയിട്ട് ആദ്യമായിട്ട് കഴിക്കല്ലേ, അപ്പൊ ഇനി ഇടുങ്ങിക്കാണ്ട് കഴിക്കേണ്ട വെച്ചിട്ടാണ് സ്പേസിൽ തിന്നോട്ടെ എന്ന് വിചാരിച്ചത്. നല്ല ലഞ്ച് ബോക്സ് ഇട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അതിന്റെ ഉള്ളിലൊരു ബോക്സ് ഉണ്ട്. ഇതിന്റെ ഈ ഇതൊക്കെ നല്ല കട്ടിയുണ്ട്, നല്ല പാത്രം. എല്ലാം നമുക്ക് വഴിയേ അറിയാം ക്വാളിറ്റി എന്താണ് ഉണ്ടാവുള്ളത്. അത് വെയിറ്റ് ഉണ്ട്, അത് വെയിറ്റ് വേണോ വേണ്ടെന്നൊക്കെ കൺഫ്യൂഷൻ. പിന്നെ ഞാൻ വിചാരിച്ചു ബുക്കില്ല, പിന്നെ വണ്ടിയിലൊക്കെ ആവൂലേ, അത്ര ബുദ്ധിമുട്ടാവൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങി. സ്ഥലം ഉണ്ട്, നല്ല ഇടുങ്ങി പിടിച്ച് കഴിക്കണ്ട വെച്ചിട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് കഴിക്കല്ലേ, അറിയില്ല ഭക്ഷണം നമ്മള് വാരി കൊടുത്തിട്ടുള്ള കഴിക്കാം. വീട്ടില് പ്ലേറ്റില് മാത്രം കഴിച്ച് ശീലമുള്ളതല്ലേ, ഒറ്റക്ക് തിന്നുമ്പോ ചിലപ്പോ അവിടെയും ഇവിടെ ഒക്കെ എന്തൊക്കെ ആവോ എന്തോ. ഇത് സ്നാക്ക് ബോക്സ് ആണ്. ഇത് എൽസ ഞങ്ങള് ആനിയും എൽസിയും ഞങ്ങളെ ഫേവറേറ്റ് ആണ്. എല്ലാത്തിലൊരു പെങ്ക് പോകണം, അത് മസ്റ്റ് ആണ്. ഇത് മൂടിക്ക് ഇത്ര വലിപ്പുണ്ടോ നോക്കണ്ട, ഇത് പാത്രം ചെറുതാണ്. മൂടിന്റെ ക്ലിപ്പൊക്കെ വന്നോണ്ടാന്ന് തോന്നുന്നു കുറച്ച് വലിയ പാത്രമായിട്ട് തോന്നിട്ട്. ഇതിന്റെ ഉള്ളിലുണ്ട് ഒരു കുഞ്ഞു പാത്രം, അത് യൂസ് ചെയ്യാം. ബ്രെഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ജാമൊക്കെ ഇട്ട് കൊടുക്കാം. വലിപ്പത്തിലുണ്ട്. അപ്പൊ ഇതാണ് സ്നാക്ക് ബോക്സ്. ഓൾക്കും ഞങ്ങൾക്കും ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണ് അല്ലേ നമ്മളൊരു കുട്ടീനെ പറഞ്ഞേക്കാൻ. ഞങ്ങൾക്ക് ഇത് വശല്ല, ഓൾക്കും ഇത് വശല്ല. ഞങ്ങൾ രണ്ടാളും ഫസ്റ്റ് ഡേ സ്കൂളാണ്, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല.
നമ്മള് സ്കൂളിൽ പോകുമ്പോ നമ്മളൊന്നും അറിയണ്ടില്ലായിരുന്നു. നമ്മളമ്മച്ചി ആരെങ്കിലും പറഞ്ഞാണ്ട് പോയാ മതി. ഇത് ബോക്സ് നോക്കണ്ട, അത് റെയിൻകോട്ടാണ്. റെയിൻകോട്ട് എന്താ വെച്ചാല് മോൾട്ടിന്റെ ഒപ്പം അധികം വണ്ടിമലൊക്കെ ആയിരിക്കും ചിലപ്പോ പോവാ. പിന്നെ കൂടെ വണ്ടിമ പോവാൻ വേണ്ടിട്ട്. പിന്നെ അതുമല്ല ഓൾക്കൊരു റെയിൻകോട്ടിനോടൊരു ഇഷ്ടാണ്. അതും നമ്മള് പർപ്പിളിലാണ് വാങ്ങിയിട്ടുള്ളത്. എല്ലോ പർപ്പിൾ. ഇത് അതിന്റെ കവറാണല്ലേ, ഇതിലുണ്ട്. നിർത്തേണ്ട ആവശ്യമില്ല, സാധാ റെയിൻകോട്ട് കാണിച്ചു തരാം ആണെങ്കിലും കിടന്നോട്ടെ, മിനിറ്റ് കൊടുക്കും. ഇത് ബാഗൊക്കെ ബാക്കിൽ ഇതാക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് ഓളെ സൈസിനാട്ടോ. നമ്മള് സൈസ് പറഞ്ഞാല് ഓരോ ഏജ് പറഞ്ഞാൽ ആ ഏജ് ഓരോരുത്തന്നാണ്. അപ്പൊ ഇതിവിടെ ഡൈനോ ഉണ്ട്. ഡൈനോ ഞങ്ങളെ ഫേവറേറ്റ് ആണ്. ഇങ്ങനെ ക്യാപ്പും നല്ല ക്വാളിറ്റി ഉള്ളതാട്ടത്. ഉള്ളില് സിബും പുറത്ത് ബട്ടൺസ് ഒക്കെ ആയിട്ട് സെറ്റപ്പാണ്. ഓൾക്ക് ഇട്ട് കറക്റ്റാണ്, പാകാണ്. ബാഗൊക്കെ ഇതിന്റെ ബാക്കിൽ ഞങ്ങൾ ഒന്നിന്റെ റേറ്റ് പറഞ്ഞില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി അല്ലേ ബാബി അടിയിൽ. അത് ഓൺലൈൻ അല്ലാത്തോണ്ട് അതുകൊണ്ട് കാര്യം ഉണ്ടോന്ന് അറിയില്ല, അതുകൊണ്ടാണ്. കാരണം ഷോപ്പിന്നല്ലേ. പറയാൻ താല്പര്യമുള്ളവർ കമന്റ് ഇടണമെങ്കിൽ ബാബി അടിയിൽ റിപ്ലൈ തന്നോളൂ കമന്റിന്റെ അടിയിൽ. ഇതിങ്ങനെ പൗച്ചിലാക്കിയാണ്ട് വെക്കാം. ഇതുകൊണ്ട് ഇത് പിന്നെ അവൾക്ക് എന്താ പറയാ, മഴത്ത് കളിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ നമ്മള് മഴത്തൊക്കൊന്നും വിടൂലല്ലോ. അപ്പൊ കളിക്കാനും കൂടിയിട്ടാണ് ഇത് വാങ്ങിയത്. സ്കൂളിൽ പോകുമ്പോ വലിയ ആവശ്യം ഉണ്ടാവൂല ചിലപ്പോ. ഇവിടുന്ന് വണ്ടി കയറി അവിടെ പോയിട്ട് വണ്ടി ഇറങ്ങി. ഇതൊക്കെ പിന്നെ പുറത്ത് വാങ്ങിയതാണ്. ഇതൊക്കെ അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാല് എനിക്കറിയില്ല. ആഗ്രഹത്തിന്റെ പുറത്ത് മഴ ഉണ്ടെങ്കിൽ വണ്ടി പോകുമ്പോ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. പക്ഷെ അവൾക്ക് ഇഷ്ടമാണ്. ഇതൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ സ്കൂളിൽ പോകാനൊരു താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഇതൊക്കെ വാങ്ങിയതുകൊണ്ട് തന്നെ സ്കൂള് അത് നമ്മളായാലും അങ്ങനെയല്ലോ. ഫസ്റ്റ് ഡേ പോകാൻ ഭയങ്കര താല്പര്യമായിരിക്കല്ലോ. ബാക്കി അങ്ങോട്ടും താല്പര്യം ഉണ്ടായാൽ മതി. ഇൻട്രസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ ബോട്ടിലാണ് കേട്ടോ. ബോട്ടിലും എൽസിയും ആനി എൽസിയും ഇത് ഞങ്ങളെ ഫേവറേറ്റ് ആണ്. പിന്നെ കളറ് തന്നെ ഒബ്വിയസ്ലി പിങ്കും. ഇതെന്താ മെറ്റീരിയല്? ഇത് പുറത്ത് പ്ലാസ്റ്റിക്കും ഉള്ളില് സ്റ്റീലാണ്. ഇതിന്റെ സ്റ്റീലാണല്ലേ. ഞാനും ഈ സാധനങ്ങളൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. അപ്പൊ അതാണ് ഞാനും വീഡിയോ ചോദിച്ചത്. ഇത് ഇന്നലെ ജസ്റ്റ് ഒന്ന് കണ്ടിക്കാണ്ട് വെച്ച് ഇവര് ഇന്നലെ വന്നിട്ടുള്ളൂ. ഉള്ളില് സ്റ്റീലാണ് നല്ലത് എന്റെ താത്ത പറഞ്ഞു. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഇത് സ്ട്രോ ആണ്. ഓൾക്ക് മറ്റേ പോലെ കുടിക്കാൻ കഴിയില്ല. അപ്പൊ സിപ്പ് ഇതിനൊക്കെ കുറച്ച് ദിവസത്തെ ആയുസ് ഉണ്ടാവുള്ളൂ. നമ്മൾ വീണ്ടും ബോട്ടിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് പക്ഷെ എന്തായി, ഇതിന്റെ ഉള്ളില് കൊള്ളണില്ല. ഈ സൈഡില് ഇതിന്റെ അടി വണ്ണുണ്ട്. അപ്പൊ നീ എന്താ ചെയ്യും? ഉള്ളില് കൊള്ളും. കൊള്ളുണ്ടല്ലേ. ഇവള് ഇന്നലെ എനിക്ക് കാണിച്ചു തന്നു. ഇത് വാട്ടർ ബോട്ടിൽ വെക്കണ സ്പേസ് ആണ്. പക്ഷെ എന്നിട്ട് ഇവിടെ ഇരുന്നോട്ടെ ഈ സിബ് വന്നീന്ന്. ഇങ്ങനെ വെച്ചാല് പറ്റൂല. സിബ് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ വെച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് ഇടാനും ഇതാക്കാനും ബുദ്ധിമുട്ടേക്കാറട്ടാ. അവര് ചിലപ്പോ ഹെൽപ്പ് ചെയ്താ നന്ന. ഇല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലാണ് ഞാൻ ഇട്ടെടുക്കാന്ന് വിചാരിച്ചത്. ഒന്ന് ഇത്തിരി വെള്ളാക്കി നോക്കി. ലീക്കൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോയില് മേടിച്ചാട്ടാ. ഇതും ബാഗും മാത്രം. കാരണം ഇത് എനിക്ക് കിട്ടിയില്ല. ബോട്ടില് ഞാൻ കുറെ തപ്പി. ബോട്ടില് മറ്റേ ഒന്നെങ്കിൽ പറ്റ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫുള്ള് സ്റ്റീല് അങ്ങനെയാണ്. അപ്പൊ പുറത്ത് പ്ലാസ്റ്റിക്കും പിന്നെ ഞങ്ങൾക്ക് കളറൊക്കെ ഉണ്ടല്ലോ, അത് ഞങ്ങൾ മെയിൻ വിഷയമാണ്. അപ്പൊ അങ്ങനെ കിട്ടാത്തോണ്ട് ഞാനിത് ഓൺലൈനിൽ മേടിച്ചാണ്. ഇത് ആമസോൺ തന്നെയാണ്. കണ്ടിട്ട് ക്വാളിറ്റി ഉണ്ട്. ഉപയോഗിച്ചിട്ട് പിന്നെ പറയാം. കൊട ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഞങ്ങൾ കുട വാങ്ങിയതിനു ശേഷം മഴ പെയ്തിട്ടില്ല. കുട വാങ്ങിയ ശേഷം പിന്നെ മഴ പെയ്തില്ല. പിന്നെ ഫുള്ള് വെയിലാണ്. പെരും മഴ കണ്ടിട്ട് കുട ഇതൊന്നും സ്കൂൾക്ക് കൊണ്ടുപോകില്ല കേട്ടോ. അത് വേറെ കാര്യം. നമുക്ക് വണ്ടിക്ക് കയറണമെങ്കിൽ കുറച്ച് നടക്കണം. അപ്പൊ അതുവരെയുള്ള ഓളൊരു ഹരത്തിനാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ വാങ്ങണോ ആവശ്യമില്ലാതെ വാങ്ങണോന്ന് വെച്ചാല് നമുക്ക് നമ്മളെ ഇഷ്ടം, ഓരോ ഇഷ്ടം. ഇതൊക്കെ ഇപ്പോഴല്ലേ നമ്മള് ചെയ്യുള്ളൂ. പിന്നെ കുട്ടികള് വലുതാണതിനനുസരിച്ച് നമ്മൾ സിനിമ പറഞ്ഞാല് പിന്നെ അവർക്ക് ചെറിയ ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ്. മറ്റേ സിദ്ദീഖ് പറഞ്ഞ മാതിരിയില്ല. പിന്നെ അവർക്ക് ഇങ്ങനത്തെ ആഗ്രഹമൊന്നും ഉണ്ടാവും. പിന്നെ ഞമ്മക്കൊരു ഇഷ്ടം, ഞമ്മക്കിതൊക്കെ വാങ്ങിക്കൊടുക്കാൻ അവരല്ലേ ഉള്ളൂ. ഇതിലും പറഞ്ഞ മാതിരി പിങ്കും പർപ്പിളും യെല്ലോ പല മിക്സ്ഡ് കളറാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഇത്
പറയും. ഇത് ചെരുപ്പാണ് കേട്ടാ. ഇപ്പൊ എന്താ പറയാ, ഷൂ ഒരു എന്ത് ചെയ്തിക്കണേ, ചെരുപ്പാണ് വാങ്ങാൻ പറഞ്ഞത്, ഷൂ ഒഴിവാക്കിക്കണ. കാരണം ഷൂ ഭയങ്കര കംപ്ലൈന്റ് എന്നിട്ട് സ്മെല്ലുണ്ട് മഴക്കാലായാലും, പിന്നെ അല്ലെങ്കിൽ വേർപ്പൊക്കെ സ്മെല്ലും, പിന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് ബാത്റൂം പോകാനും ഊരാനും ഇടാനൊക്കെ. ഒരു ക്ലാസ്സിൽ ചെരുപ്പൊന്നും യൂസ് ചെയ്യൂല, ഒരു പുറത്ത് ചെരുപ്പ് ഊരിട്ടിട്ട് പോവാ. അപ്പൊ അവർക്ക് ഊരാനും ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതിനെ കൊണ്ട് ചെരുപ്പ് വന്നത്. അപ്പൊ ചെരുപ്പ് അല്ലെങ്കിലും നമ്മള് ഹാല ടൈലിട്ട സ്ഥലത്ത് ചെരുപ്പ് ഇടൂല. അത് അങ്ങനത്തെ ഒരു മാനസിക ഷോപ്പിൽ പോയാലൊക്കെ കുട്ടി ചെരുപ്പ് ഇരുന്ന അപ്പൊക്കെ ചെരുപ്പ് അങ്ങനെയാണ്. ഫുഡ് കഴിക്കാനൊക്കെ കേറിയ ഇതാണ് ചെരുപ്പ്. ഇത് എന്താ പറയാ, ബ്ലാക്ക് ആണെന്ന് എന്താ പറയാ അവര് പറഞ്ഞിരുന്നു. കാരണം ഷൂ ഇല്ലല്ലോ, അപ്പൊ എല്ലാരും ഒരേപോലെ വേണ്ടിട്ട് എല്ലാവർക്കും ബ്ലാക്ക് ആണ് പറഞ്ഞത്. അത് നമുക്ക് ഏതും വാങ്ങാം, പക്ഷെ സ്ട്രാപ്പും അല്ല ബ്ലാക്ക് മാത്രം പാടുള്ളൂ, വേറെ കളറൊന്നും പാടില്ല. ഇനി ഇതില് ഈ ക്യൂട്ടീസ് ഒക്കെ പറ്റുമോന്ന് അറിയില്ല, പോയൊക്കെ വേണ്ടെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്യാനും പറ്റും. പിന്നെ ഇത് എന്റെ താത്താന്റെ ഗിഫ്റ്റ് ആണ്, ഹലക്ക് ഫസ്റ്റ് ഡേ സ്കൂളിന്റെ ഗിഫ്റ്റ് ആണിത്. അപ്പൊ ഇതങ്ങനെ ഇത് നല്ല രസമുണ്ട് ഈ സാധനം. ദൂരാതിരിക്കാൻ നോക്കാം നമുക്ക് മാക്സിമം. അറിയില്ല ഇത് എന്താ പറയാ, അവരെന്നോട് ചെരുപ്പാ പറഞ്ഞത്, സ്ട്രാപ്പ് ഇല്ലാത്ത ചെരുപ്പാ പറഞ്ഞത്. പക്ഷെ ഓള് ചെറുതിലേ ഈ സാധനം ഇട്ടിട്ടിട്ട് വേറെ ചെരുപ്പുകളൊക്കെ എന്തില്ല, അത്ര കംഫർട്ട് ഇല്ല നടക്കുമ്പോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്രോക്സ് പോലെ തന്നെ മേടിച്ചത്. മറ്റേതൊക്കെ ഒക്കെ ബുദ്ധിമുട്ടാവും, കാല് ചിലപ്പോ എവിടെയെങ്കിലൊക്കെ സ്ട്രാപ്പ് കുത്തേ വേദന ആവേ. ഇതാകുമ്പോ സ്ട്രാപ്പ് വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കാലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഭയങ്കര കംഫർട്ടാണ് ഈ സാധനം നടക്കാൻ. ഇത് മഴയത്ത് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഉള്ളിക്ക് വെള്ളം കേറുവോ കേറില്ല. ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി പൊടിയോ ആയാല് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. വെറൈറ്റിയാണ്. കുറച്ച് വസ്വാസിന്റെ ആളാണ്. എന്നൊക്കെ ആവും നോക്കാം. ചെരുപ്പ് അതിനൊന്നും നല്ല രസം. ഇത് ബ്ലാക്കിലല്ല, നമ്മള് ഇതിന്റെ റബ്ബറല്ല കണ്ടിക്കണേ, ഇതൊരു കട്ടയാണ്. ഇത് വേറൊരു എന്താ പറയാ, റസിനൊക്കെ മാറ്റൊരു കട്ട. ഞങ്ങൾക്ക് ബോക്ക് ഭയങ്കര ഇഷ്ടമായിക്കണേ. ബർഗർ, പിസ്സ, പൈനാപ്പിൾ, പെപ്സിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒക്കെ ഒരാളാണ്. അത് ഈ സാധനങ്ങളൊക്കെ ഞാൻ ഓളില്ലാതെ പോയി എടുത്തതാണ്. ഓളെ കൊണ്ടുപോയിട്ടില്ല, ഞാൻ അവളെ ഇഷ്ടത്തിന് പോയി. ഒക്കെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അവളെ കൊണ്ടുപോയിട്ടില്ല, അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ കൊണ്ടുവരുന്നത് ആളെ ഇഷ്ടത്തിന് ഞാൻ എടുത്തപ്പോ ഓക്കത് ഇഷ്ടമാണ്. എല്ലാതും ഒക്കെ ഇഷ്ടമായി. ഓക്കെ ഏതും ഇഷ്ടപ്പെടാത്തത് ഇവര് ബാബിന്റെ വീട്ടിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയാ സ്കൂൾ ഷോപ്പിംഗ് വ്ലോഗ് എടുക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. ഞാനും ഇപ്പോഴാണ് സാധനങ്ങളൊക്കെ കാണുന്നത്. ഇത് ഓളെ കൂട്ടി പോവാത്ത എന്താ വെച്ചാല് ഓളെ വീട്ടിൽ പോയി ശരിയാവില്ല. അതുകൊണ്ടാണ് ചിലപ്പോ ഒരു നമ്മള് നോക്കണമെന്നാവില്ല ഒരു നോക്കും. ഇഷ്ടപ്പെട്ട ചിലപ്പോ അതന്നെ വേണമെന്നാല് പിന്നെ ആൾക്ക് ഇതൊക്കെ ഇഷ്ടമായിക്കണ കൊടുന്ന എല്ലാതും ഇഷ്ടം. പോയി കഴിഞ്ഞാൽ എന്താവും അറിയില്ലല്ലോ. അതിനെ കൊണ്ടുപോയിട്ടില്ല, ഞാനത് ചൂസ് ചെയ്ത് കഴിച്ചാണ്. പിന്നെ നമുക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ അപ്പൊ ഇത്ര സാധനം ഉള്ളൂ. നമ്മളെ യൂണിഫോമും കൂടെ ഒന്ന് കാണിക്കാം. യൂണിഫോം കുറച്ച് ദിവസമായിട്ടാ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പൊ അന്ന് വെറും സ്കൂൾക്ക് വന്നീന്ന് കുട്ടീന്റെ പാകം നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിട്ട് അതിന്റെ വ്ളോഗ് നമ്മൾ ഇട്ടേക്കണല്ലേ അന്ന് സ്കൂൾക്ക് വന്ന്. പിന്നെ എപ്പോഴാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഹലക്ക് 3 യൂണിഫോമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒന്ന് ബുധനാഴ്ച യൂണിഫോമാണ്. ഇത് ബുധനാഴ്ച ഇടാനുള്ളതാണ്. ഇതോ മറ്റേതോടെ ഒന്നും കൂടെ അല്ലേ, 2 ഇല്ല, അങ്ങനത്തെ 2 യൂണിഫോമും എല്ലാ ദിവസവും ഇതിടും. ബുധനാഴ്ച ഇടാന് ഈ ഒരു യൂണിഫോം. അങ്ങനെ 2 യൂണിഫോം അവളിട്ടിട്ട് റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു. ട്രൗസറും പിന്നെ ടീഷർട്ട് മോണ്ടിസോറി. ട്രൗസറിൽ മോണ്ടിസോറി മോണ്ടിസോറി വരുമ്പോൾ ഞാൻ നോക്കണേ എന്താ അതാ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങള് എന്താ പറയാ സ്കൂൾക്ക് വേണ്ടിട്ട്. എന്താണ് മറ്റേ ലഞ്ചിന്റെ ഇത് സ്കൂൾക്ക് അത്യാവശ്യം പറഞ്ഞാന്ന് തോന്നുന്നല്ലേ. ഇത് അവര് ഒരു മിനിറ്റ് ഇത് അവര് ലഞ്ച് ബോക്സിന്റെ ഒപ്പം ലഞ്ച് ടവലും ആപ്രോണും പറഞ്ഞതാണ്. ആപ്രോൺ എന്തിനാ വെച്ചാല് കുട്ടികൾ ഫസ്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കല്ലോ ഒറ്റക്കൊക്കെ. അപ്പൊ അവര് മേലൊക്കെ ആക്കും. യൂണിഫോം വൈറ്റും കൂടിയല്ലേ, അപ്പൊ അതിലൊക്കെ ഡ്രസ്സിലൊക്കെ ആക്കും എന്ന് വിചാരിച്ചിട്ട് ആപ്രോണും വേണം.
പിന്നെ ലഞ്ച് ബോക്സ് വെക്കാൻ അത് പൊതിയാൻ വേണ്ടിയിട്ട് ലഞ്ച് ടവലും വേണം. അങ്ങനെ ഇത് ഞാൻ മീഷോന്ന് എടുത്തതാണ്. ഈ 4 എണ്ണത്തിന്റെ ഒരു സെറ്റ്. ഇത് ലഞ്ച് ടവലാണ്. നമ്മളെ ലഞ്ച് ബോക്സ് വെക്കാനും വിരിക്കാനൊക്കെ ഉള്ളൊരു ഭാഗം ഉണ്ടാവും ഇത്ര എളുപ്പത്തിൽ. അങ്ങനെ മറ്റോടെ സ്റ്റിച്ച് ചെയ്തത് ആപ്രോണ് കുട്ടികളുടെ സൈസിന് എന്തായാലും കുട്ടികളുടെ സൈസിന് ഇതാണോ? ഞാൻ വിചാരിച്ചേ ഇത് അതിന്റെ പാക്കിംഗ് കവറാണ്. അത് ഞാൻ എടുത്ത് നോക്കാൻ. ഇത് ആപ്രോണുമാണ്. ആപ്രോൺ ഇതേമാതിരി അവർക്ക് ഡ്രസ്സിലാതിരിക്കാനാണ്. പക്ഷെ മീഷോയിലാണ് ഞാൻ തപ്പിയത്. ഇത് ഞാൻ മീഷോന്ന് ഇത് ഞാൻ തപ്പിയപ്പോ കുട്ടികളത് ഉണ്ട്. പക്ഷെ പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് കഴുകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ എന്താക്കി സ്റ്റിച്ച് ചെയ്ത് ഓളെ പാകത്തിന് സ്റ്റിച്ച് ചെയ്തത് കറക്റ്റ് ഉള്ള സൈസാണ്. അതൊക്കെ ഇങ്ങനെ ഇത് നെക്കിന് കെട്ടാം, പിന്നെ അത് വയറുമലും കെട്ടിയാൽ ഒക്കെ കറക്റ്റാവും. അങ്ങനത്തെ ഒരു 2 പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത്. അതാകുമ്പോ പിന്നെ നമുക്ക് അന്നാന്ന് കേക്ക് ഇട്ടാൽ മതി. പ്ലാസ്റ്റിക് ആകുമ്പോ നമുക്ക് അത് മടക്കിയൊക്കെ കൊണ്ടുപോയി എന്തൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തുണി തന്നെ ആക്കിയതാണ്. ക്ലോത്തിൽ ഇതിൽ ഓൺലൈനിലൊന്നും ക്ലോത്തിൽ കിട്ടാല്ലേ, ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. അങ്ങനെ പ്ലാസ്റ്റിക് വേണ്ട. പിന്നെ സ്കൂളിൽ തന്നെ പറഞ്ഞു മാക്സിമം പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ എത്ര ദിവസം കാണുമെന്ന് അറിയില്ല. ഇപ്പൊ മഞ്ഞക്കറി എണ്ണക്കറിയൊക്കെ ആക്കി വരും. ഓൾക്കുള്ള കയ്യുമ്മലൊന്നും ആവണം ഇഷ്ടമില്ല. അപ്പൊ മിക്കവാറും ഇതിൽ തുടച്ചാവും കൊണ്ടുവരാം. ഇതൊക്കെ ആള് വേഗം കൈ ഫ്രീ ആക്കല് ഡ്രസ്സില് തേച്ചിട്ടാണ്. എവിടെങ്കിലും ഒന്നല്ലെങ്കിൽ ഞമ്മളാണ് അവളെ അടുത്തെങ്കിലും ഞമ്മളെ ഡ്രസ്സിൽ കൊടുന്ന് തേക്കും, അല്ലെങ്കിൽ അവളെ ഡ്രസ്സിൽ ഓളെ കൈ ക്ലീൻ ആവണം. അത്രേ ഉള്ളു. അപ്പൊ മിക്കവാറും ഇതിന്റെയൊക്കെ സ്ഥിതി 2 ദിവസം കൊണ്ട് അറിയാം. പിന്നെ ടവലൊക്കെ ഒരു പറഞ്ഞു ഇതിലൊക്കെ തുടച്ചാ മതി. നോക്കാം കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങള്. ഹലക്ക് സ്കൂള് തുറന്നപ്പോ ഞങ്ങൾക്കും സ്കൂള് തുറന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങളൊന്നും എന്തല്ല ഒന്നും ഓർഡർ ആയിട്ടില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ഇന്നലെ എത്തിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു ലെവലാവാണ്ട് നമുക്കൊന്നും അറിയില്ല. എന്നാല് ഞങ്ങൾ ഫുള്ള് ബ്ലാങ്ക് ആണ്. എന്ത് ആദ്യം ചെയ്യണം, എന്ത് പിന്നെ ചെയ്യണം, നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട്. ഭാവി ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഭാവി വെക്കേഷൻ ആയതുകൊണ്ട് ഭാവിന്റെ വീട്ടിലായിരുന്നു ഈ വെക്കേഷൻ ടൈം ഫുള്ളും. അപ്പൊ ഇപ്പൊ ഇന്നലെ വന്നിട്ടുള്ളൂ കേട്ടോ. പെരുന്നാളൊക്കെ കൊറേ കാലത്തിന് ശേഷം, കല്യാണം കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം അല്ലേ പെരുന്നാള് വീട്ടിൽ ആഘോഷിച്ച്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പെരുന്നാള്. അപ്പൊ ഇനി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. സ്കൂൾക്ക് പോണ കുട്ടി ഇതുവരെ എണീറ്റിട്ടില്ല. അവള് എണീക്കുമ്പത്തിന് ഞങ്ങളൊന്ന് ഫ്രീ ആവണം കേട്ടോ, കിടന്നു പറഞ്ഞു. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് ഞങ്ങൾക്കൊക്കെ കുളിക്കാണ്ട് പോണ സ്കൂളിൽ പോണ പോലെ ഒരു 2-3 ദിവസം ഞങ്ങക്ക് തന്നെ പരിപാടി. കാരണം ഓള് അവിടെ ഇരുന്നാ പിന്നെ കുഴപ്പമില്ല, പിന്നെ ആ ടൈം നമുക്ക് വിളിക്കാൻ പോയാൽ മതി. പക്ഷെ അവള് ഇരുന്നിട്ടില്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കണം 2-3 ദിവസം. മസ്റ്റാണ്. പാരന്റ്സ് അവിടെ നിന്ന് പോരാൻ പറ്റൂല. കാരണം ഓലെ സ്വഭാവം എന്താണെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ ഹല കരയില്ല എന്നൊക്കെ പറഞ്ഞു. ഹലൊക്കെ കരയാൻ മടിയാണ് ആൾക്കാരുടെ ഇടയിൽ. പക്ഷെ മറ്റേ കുട്ടികൾ കരയുണ്ടെങ്കിൽ ചിലപ്പോ ഓക്കും സങ്കടം വന്നൂടായില്ല. ഞാൻ ആ പരിസരത്തൊക്കെ ഉണ്ട് എന്ന് അറിയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ആള് ഭയങ്കര എന്താ പറയാ ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. പക്ഷെ എന്താ പറയാ അത്ര വേഗം പുറത്ത് കാണിക്കൂല. നമ്മളൊക്കെ സങ്കടപ്പെട്ടാല് അവളെ മുഖമൊക്കെ ഓള് സ്ട്രോങ് ആണ്. ഓള് കരയില്ല. ഞങ്ങൾ ഇഞ്ചക്ഷൻ അടിക്കാൻ പോയിട്ട് വരെ ഓള് സ്ട്രോങ് ആണ് പറഞ്ഞാലും ഓള് സെറ്റ് കുഴപ്പമില്ല. നമ്മളൊക്കെ സങ്കടപ്പെട്ടിരിക്കാണെങ്കിൽ നമ്മളങ്ങോട്ട് സമാധാനിപ്പിക്കൂട്ട. അപ്പൊ നോക്കാം. ചിലപ്പോ മറ്റേ കുട്ടികളൊക്കെ കരയുമ്പോ ഞങ്ങൾക്ക് കരയണം തോന്നില്ല. ചിലപ്പോ നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ എന്തൊക്കെയോ ആണ്, നമുക്കറിയില്ല ഒന്നും. എന്തായാലും ഈ വ്ളോഗ് എടുക്കാനുള്ള മെയിൻ ഉദ്ദേശം ഇതെപ്പോഴും നമുക്ക് കാണാമല്ലോ. ഫസ്റ്റ് സ്കൂള് പോണ ഇതൊക്കെ അല്ലേ, കാണിച്ചെടുക്കാലോ. അപ്പൊ അതാണ് കേട്ടോ. ഉണ്ടാവുമല്ലോ. അവളെ കുട്ടികളെ പറഞ്ഞേക്കുമ്പോ ഇതൊക്കെ കണ്ടോട്ടല്ലോ. ഞാൻ ഇന്നിങ്ങനെയൊക്കെയാണ് പറഞ്ഞയച്ച് കണ്ടോട്ടെ. പുളകിതേ ആവട്ടെ. അമ്മായി ഇമ്മയും കൂടി ഇത്ര കഷ്ടപ്പെട്ടു
കഷ്ടപ്പാടൊന്നും നീ കാണിച്ചിട്ടില്ല. ഞങ്ങള് സാധനം മാത്രം കാണിച്ചിട്ടുള്ളൂ. ഞങ്ങള് കിടന്ന് ഓർഡർ ചെയ്യുന്ന കിച്ചണില്. ഇനി ഇൻഷാല്ല ഞങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ആ ഓർഡർക്ക് വരും. അപ്പൊ ഞങ്ങൾ എന്തായിട്ടില്ല, പ്രിപ്പയർഡ് ആയിട്ടില്ല. ഇനി ഞങ്ങൾ അതിനൊരു ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാല് ഇതിനേക്കാളും ആ ഉച്ചക്കും കൂടി ക്ലാസ് ഉണ്ടാകുമ്പോ ഇപ്പൊ ലഞ്ചിന്റെ ആവശ്യമില്ല കേട്ടോ. ഒന്ന് സ്നാക്ക് ആപ്പിളാ മാംഗോ ആപ്പിൾ കൊടുക്കും. ഇന്ന് ആപ്പിളാണ് കൊടുക്കുന്നത്. ആപ്പിൾ കട്ടിങ് കൊടുക്കും. നോക്കും അങ്ങനെ എളുപ്പം തിന്നാണ് ഇഷ്ടം. ബേക്കാവണത് കയ്യിലാവണം. അങ്ങനെ ബേക്കറിനോട് വലിയ ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. പിന്നെ നമ്മള് വീട്ടിൽ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കുമല്ലോ, അങ്ങനെ അതും എരിവൊക്കെ ഉള്ളതൊക്കെ ഇഷ്ടമുള്ള അതും ഒരു ക്രിസ്പി ആയിട്ടൊക്കെ ഉള്ള സമൂസ അങ്ങനത്തെ ഒക്കെ ഒരു ക്രിസ്പി അങ്ങനത്തെ ഒരു വല്യമ്മയാണ്. ചൂടായ സാധനമൊക്കെ വേണോ കിട്ടണം. അങ്ങനത്തെ നമ്മൾ പിന്നെ വല്ലാതെ കൊടുക്കണില്ല. കാരണം നമുക്ക് നല്ല ഫുഡ് കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. കാരണം എന്ത് കൊടുത്താലും ആ ഒരു ടൈമിൽ എല്ലാവരും കഴിക്കുമ്പോൾ കഴിച്ചോളൂ. അപ്പൊ മാക്സിമം ആ ഓയിലും പൊരിച്ചതും കഴിച്ചതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലത് മാത്രം കൊടുക്കാം. പിന്നെ ബേക്കറിയിൽ ആകെ കഴിക്കുന്ന സാധനം 50-50 ബിസ്ക്കറ്റ് ആണ്. അത് മാത്രമാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അത് പിന്നെ ക്രിസ്പി ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഞങ്ങൾ കൊടുക്കലുള്ളൂ, അതുകൊണ്ട് അത് മാത്രം തിന്നലുള്ളൂ. വേറെ ബേക്കറി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കലില്ല. അതുകൊണ്ട് പിന്നെ ഇഷ്ടമല്ല. വന്നിരുന്ന് ചിലപ്പോ ഞങ്ങളപ്പോ ഇന്ന് ചിലപ്പോ തിന്നും. അത് കറുമുറൊക്കെയുള്ള സാധനം തിന്നും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അല്ലാത്ത സാധനങ്ങളോടൊന്നും ഇഷ്ടമല്ല. പിന്നെ നമ്മളത് അങ്ങനെ വാങ്ങലും ഇല്ല, കൊടുക്കലും ഇല്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾ ആരെയും ആൾക്കാരല്ല, ഫുഡ് കൊടുക്കലില്ല. അതാണ് എന്റെ സത്യം. ഞങ്ങള് വേഗം ഒന്ന് ഫുഡ് കഴിക്കട്ടെ, കുട്ടിയെ എണീക്കുമ്പോ കുളിക്കട്ടെ. അങ്ങനെ ഞങ്ങളെ കുട്ടി എണീറ്റ് കയറിയുണ്ട്. വെവിയ സ്കൂളിൽ പോണ്ടേ? സർപ്രൈസ് ആക്കിക്ക. ഗുഡ് മോർണിംഗ് ഇല്ല. എന്റെ കുട്ടി കുപ്പായിട്ട് അതിന് കുറവുണ്ട്. അവൾക്ക് ഇന്നലെ ചൂടെടുത്ത കാരണം. കുറവല്ല, അതെ. വേഗം റെഡി ആയി വരും. മലയാളത്തിൽ എന്താ പറയാറിയോ? മലയാളത്തിൽ പറയണ ബേബിക്ക് അറിയില്ല. അയവിടാറിയോ? എന്താ ചെന്ന നാക്കാറിയോ? മൂരിന് വരുത്തുക, മൂരിന് വരിക. കുളിക്കണം, ബ്രഷ് ചെയ്യണം, ശുശു പോണം, മൾമാരടുത്ത് പോണം. മൾമാടത്തേക്ക് പോണ്ടേ? സ്കൂൾക്ക് പോണത് പറയണ്ടേ? മൾമാട് നടക്കുകയാണ്. അല്ല വലിയ കുട്ടിയാണ്, ഞാൻ അറിഞ്ഞില്ല. എന്നെ നിങ്ങൾ എടുത്തല്ലേ കുട്ടി സ്കൂൾക്ക് പോകാൻ വലുപ്പം. സ്നാക്ക് ആക്കിയ ഞങ്ങള് ആപ്പിളാക്കിയ ഇതാണ് കേട്ടോ സ്നാക്ക് കുട്ടിക്ക്. പിന്നെ വെള്ളാക്കിയല്ലോ ബാബിയ. വെള്ളം ഇതിലാക്കിയിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കണം. ആപ്പിൾ. എന്റെ മോള് ഒരുങ്ങയാണ്. ഇങ്ങനെ മൂന്ന് അങ്ങനെ അടിച്ചിരിക്കണ തല വരണല്ലോ. ഇവിടെ ലൈറ്റ് ചെയ്യല്ലേ. ബേബിയ ഞങ്ങള് യൂണിഫോമൊക്കെ മാറ്റിയിട്ട് മാളുമാനോടും എലിപ്പാടൊക്കെ എല്ലാരും ഇവിടെ ഹൈഡായിട്ട് നിക്കുകയാണ് അല്ലേ. നമ്മളെ അടുത്തേക്ക് വരാണ്ട് എല്ലാരും ഉറങ്ങുക, നമ്മളെ അടുത്തേക്ക് വരാതെ സ്ലീപ്പിലാണ് അല്ലേ. ഞങ്ങള് വീട്ടിൽ നിന്ന് നേരെ ഇവിടേക്ക് ഓള് പറഞ്ഞ കേട്ടില്ലേ മഞ്ഞപ്പാൻ്റെ അടുത്തൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഫസ്റ്റ് സ്കൂളല്ലേ. അപ്പൊ അതാ മോളെ നമ്മള് പോവല്ലേ സ്കൂൾക്ക്. ഇനി ഇവിടുന്ന് നേരെ സ്കൂൾക്ക് പോകാൻ കേട്ടോ. ഭാവി ഇതാ ടൂക്കെ മമ്മിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാം.
ഞങ്ങൾ സ്കൂളിലെത്തിയ പാടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. ആള് അങ്ങനെ വിട്ട് നിൽക്കണില്ല കേട്ടോ. കുട്ടികളെ കൂടെ അങ്ങനെ അവരെ കൂടെ കളിക്കണമൊന്നുമില്ല. ഭാവിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ പാരൻസിനെ അങ്ങനെ ക്ലാസ്സിൽ കയറ്റാൻ സമ്മതിച്ചത്. അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റാൻ പാടില്ല എന്നാണ്, പക്ഷെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രം അവർ സമ്മതിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു ടീച്ചേഴ്സ് കുട്ടികളെ കൊണ്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അവർക്ക് സ്നാക്ക് ടൈം ആയിട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും സ്നാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് കൊടുക്കുന്ന ടൈമിൽ മാത്രമാണ് അവളൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നത് കേട്ടോ. കുട്ടികളെ കൂടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നത്. അടുത്ത് തന്നെ ഭാവി നിൽക്കുന്നുണ്ടെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നത് ആ ഒരു ടൈമിലാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭാവിൻ്റെ ഡ്രസ്സിൽ തൂങ്ങിയോണ്ട് തന്നെയായിരുന്നു. അവൾ ഭയങ്കര കുറവാണ്. അവൾ കുട്ടികളെക്കാളും പെട്ടെന്ന് അടുപ്പാവല് വലിയ ആൾക്കാരായിട്ടാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസമായി. ഇപ്പോൾ അവൾ കുട്ടികളായിട്ട് അത്ര അടുത്തിട്ടില്ല. ടീച്ചേഴ്സിനായിട്ടാണ് കേട്ടോ പിന്നെയും. അവർക്ക് 2 ടീച്ചേഴ്സാണുള്ളത്. അവരായിട്ടാണ് കേട്ടോ പിന്നെ ഒന്ന് അടുപ്പുള്ളത്. പിന്നെ കുറേ മക്കൾ കരയണമുണ്ട്, കുറേ മക്കൾ കുറച്ച് ആക്റ്റീവായിട്ടുള്ളവരും ഉണ്ട്. പിന്നെ ഹല അങ്ങനെ കരയൂല കേട്ടോ. ഹലക്ക് കരയണത് ഭയങ്കര കുറവാണ്. ആരെങ്കിലും കാണുമെന്നുള്ള, പക്ഷെ നല്ലോണം സങ്കടം ഉണ്ട് കേട്ടോ. സങ്കടം കുട്ടി ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി പിടിക്കാണ് കേട്ടോ ചെയ്യൽ. ഇങ്ങനെ അടക്കി പിടിക്കാന്ന് അറിയില്ല, അങ്ങനെയാണ് അവൾ ചെയ്യൽ. എന്നിട്ട് പുറത്ത് കണ്ട് വിട്ടാലും ആരെങ്കിലും കാണുമെന്നുള്ള ഒരു ഇതുകൊണ്ട് അവള് പുറത്ത് സങ്കടം കാണിക്കില്ല, കരയൊന്നും. പക്ഷെ ഭയങ്കര വാശിയായിരിക്കും പിന്നെ നമ്മളോട് അങ്ങനെ ചെയ്തില്ലേന്നുള്ള ഒരു വാശിണ്ടായിരിക്കും. ഹലോ ബേബി, അത് കേടെടുത്തി പാത്തും. അതാ ഞാൻ എടുത്തേക്കാന്ന് പറഞ്ഞ നിങ്ങളോട്. പോവാമ്മക്കേ നിങ്ങള് നോക്കേ. ക്ലാസ്സിൽ കണ്ട് കയറ്റിയ മുതലൊരു പാവം ഉണ്ടാമ്പൂച്ച പോലെ ഇരിക്കുന്നു കേട്ടോ. ക്ലാസ്സിൽ നിന്ന് ഇറക്കി വീട്ടിൽ പോകുമ്പോഴായപ്പോൾ ആളൊന്ന് ആക്റ്റീവായി. ഇപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അവൾക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങാനായിട്ട് നമുക്ക് സ്നാക്കിനൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ. അപ്പോൾ അതൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിലേക്ക് വന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.